ഓണക്കാലത്തെ നാടൻ കലാരൂപമായ സീതകളി ഇന്ന് അന്യം നിന്ന കലകളുടെ പട്ടികയിലാണ്. എന്നാൽ ആ കലാരൂപത്തിന് പുത്തൻ ഉണർവേകുകയാണ് കൊല്ലം പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂൾ. പെരുന്നാട്ടിലെ വീടുമുറ്റകളിൽ ഓണക്കാലത്ത് നിറഞ്ഞു നിന്ന സീതകളി ഒരിടവേളയ്ക്ക് ശേഷം ജനകീയ കലാരൂപമായി മാറുകയാണ് പുത്തൻ സീതാരാമന്മാരിലൂടെ. മുൻകാലങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെ വീട്ടുമുറ്റങ്ങളിലും മലങ്കാവുകളിലുമാണ് സീതകളി ഉണ്ടായിരുന്നത്. ഇന്ന് ആ കലാരൂപം 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കുരുന്നുകൾക്കിടയിലേക്ക് എത്തുന്നത്. വായ്പാട്ടിനൊപ്പം നാടൻ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ സീതയും രാമനുമൊക്കെ എത്തി. രാമായണത്തിലെ വനയാത്ര മുതൽ സീതാപഹരണവും ലങ്കാദഹനവുമൊക്കെ സീതകളിയിലെ പ്രധാന ഇതിവൃത്തങ്ങളാണ്. കൊല്ലം പ്രാക്കുളം LP സ്കൂളിൽ സീതകളി അരങ്ങേറിയപ്പോൾ കുരുന്നുകൾക്ക് കൗതുകമായി. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സീതകളി പെരുന്നാട്ടിൽ 1980കൾ വരെ വീടുകൾ തോറും അവതരിപ്പിച്ചിരുന്നു. അടുത്ത വർഷങ്ങളിൽ പ്രാദേശിക കലാസമിതികൾ ഉൾപ്പെടെ ചേർന്നാണ് സീതകളി പുനരവതരിപ്പിച്ചത്. പുരാതന കാലത്തെ ദേശിംഗനാടിന്റെ കലാരൂപമായിരുന്ന സീതകളി എല്ലാ ഗ്രാമങ്ങളിലും അതാത് ഗ്രാമങ്ങളിലെ നട്ടാശന്മാർ ചിട്ടപ്പെടുത്തിയ സീതകളി വലിയ സംഘങ്ങളായി കൊട്ടിയും ആടിയും പാടിയും രാമായണ കഥ പറയാനിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് വനയാത്ര മുതൽ സീതാദേവിയുടെ അന്തർധാനം വരെയുള്ള ഭാഗങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി വളരെ കേരളീയ കലയുടെ മൊത്തം സൗന്ദര്യം, നാട്ടുകലയുടെ മൊത്തം സൗന്ദര്യത്തിൽ ആടിത്തിമർത്തിരുന്ന കാലമുണ്ടായിരുന്നു. അന്ന് ഓരോ ഭവനങ്ങളിലും ഭവനമുറ്റങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ട് ഈ കളിസംഘങ്ങൾ പാട്ട് അവതരിപ്പിച്ചിരുന്നു. പെരിനാട് സീതകളി അക്കാദമിയുടെയും കലാസംഘങ്ങളുടെയും നേതൃത്വത്തിൽ പുതിയ തലമുറയിലേക്കും ഈ പാരമ്പര്യം കൈമാറുകയാണ്. ജനം, കൊല്ലം.